DB ഡിസ്കോഴ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്കഷൻസ് ദാറ്റ് മാറ്റർ. നമ്മുടെ സമകാലിക കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങളെ കുറിച്ചാണ്. നമുക്ക് വിശ്രമമില്ലാത്ത ജോലിയും പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ തൊഴിൽ മേഖലകളിൽ അവകാശ നിഷേധങ്ങൾ ഉണ്ടാകുന്നതും നമ്മൾ ചർച്ചകൾക്ക് വഴിതെളിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എറണാകുളത്ത് 26 വയസ്സുള്ള അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കേണ്ടി വന്നതും ഈ തൊഴിൽ സമ്മർദ്ദത്താൽ തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മുടെ തൊഴിലിടങ്ങളെക്കുറിച്ചും നമ്മുടെ സന്തോഷങ്ങളെക്കുറിച്ചും അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ സ്വയം വിമർശനം നടത്തേണ്ടതും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുമാണ് എന്നാണ് പറയാനുള്ളത്. അലാന, നമ്മൾ ഈ പോകുന്ന ഈ തൊഴിലിടങ്ങളിലെല്ലാം ഒരു പേഴ്സണൽ സ്പേസും ഒരു പ്രൊഫഷണൽ സ്പേസും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് തുടരേണ്ടതായിട്ടുണ്ടെന്നുണ്ട്. ഈ അന്ന സെബാസ്റ്റ്യൻ എന്ന യുവതിയുടെ വിഷയത്തിൽ തന്നെ അവരുടെ അമ്മ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ബിരുദദാന ചടങ്ങിൽ പോലും കൃത്യസമയത്ത് എത്താനോ മാതാപിതാക്കളുമായി സമയം ചിലവഴിക്കാനോ പോലും അന്നയ്ക്ക് സാധിച്ചിരുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു പേഴ്സണൽ സ്പേസും പ്രൊഫഷണൽ സ്പേസും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും ഹരിഷ്മ, നമുക്ക് പേഴ്സണൽ സ്പേസും പ്രൊഫഷണൽ സ്പേസും രണ്ടും ഒരുപോലെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമ്മളെ ഫാമിലി ആയിട്ടായാലും നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടായാലും ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്കൊരു വെൽബീയിങ് എന്നുള്ള രീതിയിലേക്ക് അത് വരുന്നുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ജോലി സംബന്ധമായിട്ട് വരുന്ന ഈ സമ്മർദ്ദങ്ങളും സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും നമ്മൾ ഒരുപോലെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഫാമിലി ആയിട്ട്, നമ്മുടെ പാരൻസ് ആയിട്ടായാലും, നമ്മുടെ പാർട്ട്ണറായിട്ടായാലും മക്കളായിട്ടായാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ടൈം ഉണ്ട്. ആ ടൈം എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു റിലാക്സിങ് എഫക്റ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ജോലി ചെയ്യാനുള്ള ഒരു ഊർജം, അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാനായിട്ട് നമുക്കൊരു സ്പേസ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരു റിലാക്സേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് ആ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നത്തെ ഒരു കാര്യം, നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നത്. അതായത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു ജോലി, ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ഞാൻ തന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ജോലിയിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തോടൊപ്പം പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സ്പേസ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം നേരത്തെ അലാന പറഞ്ഞതുപോലെ വീട് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും ഇടപഴകാനും നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇടമായി മാറുന്നില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും ചിലപ്പോൾ അതൊരു മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അതെ, നമ്മളിപ്പം ഏതൊരു വ്യക്തിനെ നോക്കിക്കഴിഞ്ഞാലും, ജോലി സ്ഥലത്ത് മാത്രമല്ല ഏതൊരു കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും സമ്മർദ്ദങ്ങൾ നമ്മളെ ഓരോ ദിവസവും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതില് നമ്മൾ ജോലി സ്ഥലത്ത് സമ്മർദ്ദം വരുന്നുണ്ട്, നമ്മളെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദം വരുന്നുണ്ട്. ഇതൊക്കെ ഈ നമ്മളുടെ ഒരു മാനസിക പ്രശ്നങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ജോലി സ്ഥലത്ത് ഓൾറെഡി കുറച്ച് സമ്മർദ്ദങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഡെഡ് ലൈൻസ് ആയിരിക്കാം, പിന്നെ നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കേൾക്കാൻ ഒരാളില്ലാതാവുക, നമുക്ക് സംസാരിക്കാൻ ഒരാളില്ലാതാവുക, നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരാളില്ലാതാവുക എന്ന് പറയുന്നത് ഈ കാര്യത്തിലേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. അപ്പൊ അതും നമ്മൾ ആ ഒരു രീതിക്ക് നമ്മുടെ ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത് മാറ്റിക്കൊണ്ട് വരേണ്ടതും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ഈ നോ പറയാനൊരു മടിയുണ്ട് അല്ലെ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലോ അല്ലെങ്കിൽ നമ്മൾ തൊഴിലിടങ്ങളിലായാലോ നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത് പ്രധാന ഘടകം. അതിപ്പോ റിലേഷൻഷിപ്പിലായിക്കോട്ടെ തൊഴിലിടങ്ങളിലായിക്കോട്ടെ, നമ്മളെ കൊണ്ട് പറ്റാത്ത ജോലികളോ തൊഴിൽ സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് നോ പറയാൻ കഴിയണം. അതിലേക്ക് നമുക്ക് എന്തായിരിക്കും അലാനയുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? അത് നമുക്ക് നോ പറയേണ്ടത് എന്ന് പറയുന്ന കാര്യം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളുടെ ജോലിയുണ്ട്, നമ്മൾ ജോലി ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്കൊരു പരിധിക്ക് അപ്പുറം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിക്ക് മറ്റേ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവരുടെ അഭിപ്രായങ്ങളെയോ അവരുടെ താല്പര്യങ്ങളെയോ ഹനിക്കുന്ന രീതിയിലല്ല, പക്ഷെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇത്ര ജോലി
കൂടുതൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് അത് വേറൊരു ആൾക്ക് മാറ്റി കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിലേക്ക് സംസാരിക്കാം. നമ്മൾ അസേർട്ടീവായിട്ട് സംസാരിക്കുക എന്ന് പറയും. അസേർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ മറ്റുള്ളവരുടെ കൂടെ അഭിപ്രായങ്ങളെ മാനിച്ച് മറ്റുള്ളവരുടെ കൂടെ ഇമോഷൻസിനെ എല്ലാം മാനിച്ചുകൊണ്ടാണ് നമ്മൾ അസേർട്ടീവായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നമ്മളുടെ അവകാശങ്ങളെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരാളുടെ അവകാശത്തെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അസേർട്ടീവായിട്ടുള്ള രീതിയിൽ നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനും നമ്മൾക്കിപ്പം ഒരു ഹെൽപ്പ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നത് കൊണ്ട് നമുക്ക് തെറ്റായിട്ടുള്ള കാര്യം, നമുക്കിപ്പോൾ അസേർട്ടീവ്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസേർട്ടീവ്നെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം. അതിന് നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് തേടാനായിട്ട് പറ്റും. അതായത് യുവജനത നേരിടുന്ന ഇന്നത്തെ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉത്കണ്ഠയും ആശങ്കയും അവരുടെ തൊഴിലിടങ്ങളിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഫലമായി ഉറക്കക്കുറവൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാണ്. അന്നയുടെ കേസിൽ തന്നെ ഈ 12:30 രാത്രി അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുന്നു, 1:30 ആകുമ്പോൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തുന്നു, വീണ്ടും ഈ തൊഴിലിടത്തിൽ നിന്ന് കിട്ടുന്ന ഈ ജോലി തുടരാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ ഈ ഉറക്കമില്ലായ്മ അങ്ങനെ പ്രശ്നങ്ങളാണ് അതിന്റെ ഒരു മരണത്തിലേക്കും ഇടയാക്കിയത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും? അതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സ്ഥാപനങ്ങളുടെ ഒരു മാനേജ്മെന്റ് ലെവലിൽ നിന്നുള്ള ഒരു മാനേജ്മെന്റ് നമുക്ക് വരണം. ഈ ഒരു പ്രശ്നങ്ങളിലുള്ള ഒരു മാനേജ്മെന്റ് ആ ഒരു സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം. അതായത് ഒരു ജോലി സ്ഥലത്ത് അവിടുത്തെ തൊഴിലാളികൾക്ക് അവർക്ക് സമാധാനപൂർണ്ണമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ അന്നയുടെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടിക്ക് താല്പര്യത്തോടെ പോയൊരു ജോലിയാണ്, അത്ര ഇഷ്ടപ്പെട്ട അത്ര ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ ജോലി ഇഷ്ടമല്ലാത്ത പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് സ്പേസിൽ അവർക്ക് എന്താണ് കുറെ കൂടെ ഓപ്പൺ ആയിട്ട് കുറെ കൂടെ പീസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പം പല സ്ഥാപനങ്ങളും നടത്തി വരുന്ന കാര്യങ്ങളും കൂടിയാണ്. നമുക്ക് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിനുള്ള ഒരു സെറ്റപ്പ് അവിടെ ചെയ്തു കൊടുക്കാം. പിന്നെ അതുപോലെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിക്കാനായിട്ടൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു വർക്ക് പ്ലേസിൽ അവിടുത്തെ മറ്റ് ജോലിക്കാരും ഉണ്ടാവുമല്ലോ, നമ്മളുടെ കൂടെ മറ്റ് എംപ്ലോയീസും നമ്മുടെ ഒപ്പം ഉണ്ടാവുമല്ലോ. അപ്പം അവരെ ഇടയ്ക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ ഒരു സുപ്പീരിയർ ലെവലിൽ ചെയ്തേണ്ടത് നല്ല കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മൾ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്താണ് അവിടെ ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ വരുന്നുള്ളൂ. നമ്മൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഒരു സ്പേസിൽ, നമ്മളൊരു വർക്ക് സ്പേസ് ആയാലും ഒരു വീടായാലും എന്തായാലും അവിടെ ഒപ്പം ജീവിക്കുന്ന ആളുകളുടെ അവകാശങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും അവരുടെ ഇഷ്ടങ്ങളെയും മാനിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കോ എക്സിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് ഒരു വർക്ക് സ്പേസിൽ ഉണ്ടാക്കിയെടുക്കണം, ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഒരു ഓപ്പൺ കോൺവെർസേഷനും കൂടെയുള്ള ഒരു സ്പേസ് അവിടെ കിട്ടണം. അപ്പോൾ ഈ സമ്മർദ്ദം വരുന്ന സമയത്ത് നമുക്ക് അവരോട് തുറന്ന് സംസാരിക്കാം, നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ അവിടെ ഒരാളായി, ആ കേൾക്കാനുള്ള ഒരാൾ കിട്ടിയതിൻ്റെ ഒപ്പം തന്നെ കൂടെ ഉണ്ട്, എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒപ്പം നിൽക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ബോധം ആ വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടാനാണ് എനിക്ക് ചേർക്കാനുള്ളത്, ഈ കോവിഡ് സമയത്ത് നമ്മുടെയൊക്കെ വീട്ടിലിരിപ്പ് കാലമായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല, മറ്റൊരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി പോലും നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ മൊബൈൽ ഫോണുകളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം മെസ്സേജുകളിലൂടെ മാത്രം ആശയവിനിമയം നടത്തുകയാണ്. ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചർ തന്നെ ഉണ്ടായത്. അപ്പൊ ഈ വർക്ക് ഫ്രം ഹോമിൽ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരെ കാണുന്നില്ല, നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ മുന്നിലേക്കായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വർക്ക് ഫ്രം ഹോമുകളിൽ തന്നെ കൃത്യമായി നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങളിലൊക്കെ തന്നെ എത്ര സമയം ഇവർ ജോലി ചെയ്യണമെന്ന് കൃത്യമായി മെൻഷൻ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പിണറായി വിജയൻ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ വരെ നടത്തിയിരുന്നു. അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം കൾച്ചർ നമുക്ക് ഉണ്ടായി വരുമ്പോൾ ആരോടാണ് നമ്മൾ ഈ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ പറയാൻ കഴിയുക? വർക്ക് ഫ്രം ഹോം കൾച്ചർ വരുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ തന്നെയും നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് അതിലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്, നമ്മളൊപ്പം നമ്മുടെ ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കോണ്ടാക്ട്സ് വെക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമ്മൾക്ക് പറ്റുന്നത്രയും ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ പറയില്ലേ ഹ്യൂമൻസ് ആർ സോഷ്യൽ ബീയിങ്സ്, നമ്മൾ പറയില്ലേ, നമ്മൾ മനുഷ്യരെന്ന് പറയുന്ന സമയത്ത് കൂടുതലും സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നീഡ് വരുന്നുണ്ട്. അപ്പം ആ ഒരു സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ റിലാക്സ്ഡ് ആവാനുള്ള ഒരു സ്പേസ് അവിടെ വരും.
പിന്നെ ചില ആളുകൾ ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളും ഉണ്ട്. അതായത് ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്കിരുന്ന് ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ ഒപ്പം തന്നെ അവർക്ക് എങ്ങനെ ഈ സമ്മർദ്ദത്തിന് നേരിടാൻ പറ്റും എന്നുള്ള അതിനെ നേരിടാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ്സ്, കുറച്ച് കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കണം. നമ്മൾക്ക് എന്താണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂലല്ലോ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കുക. അതുകൊണ്ട് നമ്മൾക്ക് സമ്മർദ്ദം കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മുന്നോട്ടേക്ക് അതും പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ ഇപ്പം നമുക്കൊരു ഫ്രണ്ടോ സുഹൃത്തോ അങ്ങനെ ഒരു ആളില്ലാന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വേറെ ഇപ്പം സൈക്കോളജിസ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആയിരിക്കാം. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല വരുന്നത്, സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സ് വരുന്നുണ്ട്, സൈക്യാട്രിസ്റ്റ് വരുന്നുണ്ട്, സൈക്യാട്രിക് നേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പ്രൊഫഷണൽസ് ഈ മാനസികാരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് അവരോട് സംസാരിക്കാം കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ എന്താണ് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള, നമ്മൾക്ക് നമ്മളെ എന്താണ് ഒരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് അവിടെ കിട്ടും, ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. അപ്പം നമുക്കത് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ സ്ട്രെസ് നമ്മൾ അവരുടെ അടുത്ത് പങ്കുവെക്കുന്ന സമയത്ത് നമുക്കതൊരു റിലീഫാണ്. നമ്മൾ പറയും ലിസണിങ് ഇറ്റ് സെൽഫ് ഇസ് എ തെറപ്യൂട്ടിക് പ്രോസസ് എന്നാണ് നമ്മൾ പറയാം. അപ്പം നമ്മൾക്ക് ആ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ പകുതി ഭാരം അവിടെ ഒഴിഞ്ഞു. നമ്മുടെ ഈ തൊഴിലിടങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ പ്രതികാര മനോഭാവം പുലർത്തുന്നവരുണ്ട്. പ്രതികാര നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയത്താൽ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നവരുണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇടുകയും ആ പോസ്റ്റുകളുടെ താഴത്തെ കമന്റുകൾ നമ്മൾ നോക്കിയാൽ അറിയാം ഇത്തരം തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രവണത എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇത്തരം തൊഴിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന് അലാനയ്ക്ക് തോന്നുന്നത്? നമ്മളിപ്പം നോക്കി കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരുപാട് ആളുകൾ ഇത് നേരിടുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്താണ് ഈ ഒരു ഫ്രഷർ ആണ് എന്നുള്ള ഒരു കാര്യം കൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെന്നുള്ളത് കൂടെ വന്നു കഴിഞ്ഞാൽ അത് കുറെ കൂടെ മുതലെടുക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. ഈ ജോലി സ്ഥലത്ത് സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ ആ ഒരു ഫ്രഷർ എന്നുള്ള ആ ഒരു കാര്യത്തിനെ മുതലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും എന്താണ് ഈ ഒരു മാനസിക സമ്മർദ്ദം കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഈ എക്സ്പീരിയൻസിന്റെ കാര്യം അല്ലാതെ പറഞ്ഞപ്പോൾ ഇന്ന് തൊഴിൽ മേഖലയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ പോലുള്ള യുവജനത അല്ലെങ്കിൽ ഈ മേഖലയിൽ തുടർന്നു പോകുന്ന ആൾക്കാർ നിൽക്കുന്ന കാര്യം എക്സ്പീരിയൻസ് ഒരു വിഷയമായി പ്രധാന ഘടകമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വർഷമെങ്കിലും ഈ സ്ഥാപനത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ 2 വർഷം ഇവിടെ നിൽക്കാം എന്നുള്ളത്. അപ്പൊ ഈ ഒരു വർഷത്തിൽ ഇവിടെ നിൽക്കാമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാവാതെ ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ അന്നയ്ക്ക് സംഭവിച്ചതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമായി നമ്മൾ കൺസിഡർ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? എക്സ്പീരിയൻസ് പരിഗണിക്കപ്പെടണം, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ വ്യക്തിയുടെ കഴിവുകളെ കൂടെ നമ്മൾ അംഗീകരിക്കണം. ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉള്ള വേറൊരാൾക്ക് ഈ ഒരു വ്യക്തിയുടെ അത്രയും കഴിവുണ്ടാവണം നിർബന്ധമില്ല. നമ്മൾ എക്സ്പീരിയൻസിന്റെ ഒപ്പം തന്നെ ആ വ്യക്തിയുടെ കഴിവും കൂടെ മാനിക്കുക, ആ വ്യക്തിയുടെ എന്താണ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് അവർക്ക് നമ്മൾ ജോലി അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കഴിവിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിവിനെ മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുകയും പക്ഷെ തന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണോ നമുക്ക് ഇത്രയും സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നത്. നേരത്തെ അല്ലാതെ പറഞ്ഞാൽ ചേർക്കാനുള്ളത് മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താൻ മനുഷ്യർക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോ നമ്മുടെ ഡോൺ ബോസ്കോയിൽ വന്നിട്ട് ഇപ്പം പുതിയ വേറൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഫോട്ടോകൾ എടുക്കുകയും സ്റ്റാറ്റസ് ഇടുകയും അതുവഴി ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ തന്നെ ഇതൊരു ഫോട്ടോയും സ്റ്റാറ്റസ് ഇടും. മറ്റൊരു കോളേജിലെ ഉന്നത സഹപ്രവർത്തകയായിരുന്നിട്ടുള്ള ഒരു അധ്യാപിക തന്നെ ചോദിക്കുന്നത് കോളേജിൽ നാക്ക് ഒന്നുമില്ലേ, അതിന്റെ വർക്കുകളൊന്നും അവിടെ നടക്കുന്നില്ലേ എന്നുള്ളതാണ്. നമുക്ക് എന്ത് ജോലികൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പേഴ്സണൽ സന്തോഷങ്ങളിലേക്ക് പോകണം എന്നുള്ളത് ഒരു പ്രധാന ഘടകമല്ലേ? അതെ, നമ്മൾ എന്തൊക്കെ ജോലി ഭാരം എല്ലാവർക്കും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കോമ്പറ്റീഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് എക്സ്പെക്ടേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജോലി ഭാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിലും നമ്മൾക്കായിട്ട് തന്നെ ഒരു സമയം മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് എന്താണ് ആ ഒരു നമ്മുടെ ജീവിതം നമ്മൾ പറയാം ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് പറയില്ലേ,
അത് ജീവിച്ച് തീർക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തണം. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഹരിഷ്മ പറഞ്ഞതുപോലെ ഹരിഷ്മ ചെയ്യുന്ന സ്വന്തമായിട്ട് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നതായാലും എന്താണ് ഹരിഷ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹരിഷ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും അവരുടെ ഈ ജോലി ഭാരത്തിന്റെ ഇടയ്ക്കും ആ ഒരു സ്വന്തമായിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഈ ജോലി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ നമ്മൾക്കായിട്ടൊരു സമയം കണ്ടെത്തുക. നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് തന്നെ നമ്മൾ മാറി നിൽക്കുക. നമ്മൾക്ക് തന്നെ ഒരു സ്വയം ഒരു ബ്രേക്ക് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം, യാത്ര പോകുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ബ്രേക്ക് അവിടെ എടുക്കാനായിട്ട് പറ്റും. അത് നമ്മൾക്ക് തരുന്ന ആ ഒരു റിലാക്സിങ് എഫക്റ്റ് ഉണ്ട്, അത് വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവേണ്ടതില്ലേ? ഇപ്പം ഈ ജോലി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിലൊരു ജോബ് സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഈ കിട്ടുന്ന സാലറിയിൽ എത്ര നാളത്തേക്ക് നമുക്ക് തുടരാനാകുന്നു എന്നുള്ളതൊരു പ്രധാന വിഷയമല്ലേ? അതായത് നമ്മുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ശമ്പളം ആവശ്യമായി വരുന്നതുകൊണ്ടാണല്ലോ പലരും ജോലിയിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി എനിക്ക് വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ എനിക്ക് ഈ ഒരു ബ്രേക്ക് ടൈമിനെ എനിക്ക് ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നത്? അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ബ്രേക്ക് ടൈമുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമ്മളിപ്പോൾ ഏത് ജോലിക്ക് പോയി കഴിഞ്ഞാലും നമ്മൾക്ക് അതിനുള്ള ലീവുകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ ജോലി കൊടുക്കുന്ന സമയത്ത് ആ ജോലിക്ക് മാന്യമായ ശമ്പളം കൊടുക്കുക. ആ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്ര ശമ്പളം ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കൊടുക്കണോ ആ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറേയൊക്കെ ഭാവിയിലേക്കും കൂടെ കരുതിയിട്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ജീവിക്കണം, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ പ്രസന്റ് ലൈഫും കൂടെ എൻജോയ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫ്യൂച്ചർ മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്രസന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നോക്കുക, ഇപ്പം നമ്മുടെ ജീവിതം എങ്ങനെ നടന്നു പോകുന്നു, നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്കും കൂടെ കരുതി വെക്കാം. അതല്ലാതെ നമ്മൾ കിട്ടുന്നതെല്ലാം ഫ്യൂച്ചറിലേക്ക് മാത്രം എന്ന് വെക്കുന്ന ഒരു മനോഭാവത്തോടെ പോയിക്കൊണ്ടിരുന്നാൽ ഈ ഒരു കാര്യം പ്രസന്റിൽ ജീവിക്കാൻ കഴിയാതാവുകയും നമ്മൾ നമ്മുടെ ഭാവിയെ കുറിച്ചും നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലത്തെ കുറിച്ചും കൂടുതൽ ചിന്തിച്ചിരിക്കുകയും നമ്മുടെ വർത്തമാന കാലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കിപ്പോ ഈ സമ്മർദ്ദങ്ങളെ നമുക്ക് എങ്ങനെയായിരിക്കാം ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് തരണം ചെയ്യാനാകുക? അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും, അയലാൻ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്, അതിന് എന്തെങ്കിലും ആഡ് ചെയ്ത് ചേർക്കാൻ പോയിന്റ്സ് ഉണ്ടോ അയലാൻ? അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോലി സ്ഥലത്ത് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ജോലി സ്ഥലത്ത് നമ്മളെ ചുറ്റുപാടുമുള്ള എംപ്ലോയീസ് ഉണ്ട്, നമ്മൾ തൊഴിലാളികൾ, ആ സ്ഥലത്ത് പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളുടെ അടുത്ത് ഒരാൾ വന്നൊരു ഹെൽപ്പ് ചോദിക്കുക, എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ ഒരാൾ വേണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അവരെ കേട്ടിരിക്കുക, അവർക്ക് ഇത് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുക. അത് തന്നെ അവർക്കൊരു ആശ്വാസമാണ്. അപ്പം അങ്ങനെ കുറെ കൂടെ രണ്ടു പേർക്കും ഒരേപോലെ ത്രൈവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് മാനേജ്മെന്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ആ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും വിചാരിക്കണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ചിക്കിച്ചികഞ്ഞ് അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തെടുത്ത് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതല്ല. അതല്ലാതെ അവർ നമ്മളടുത്ത് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹെൽപ്പ് വേണം എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ കേട്ടിരിക്കുക. അത് തന്നെയാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കുറെ കൂടെ സ്ട്രോങ് ആക്കുക. നമ്മൾക്ക് ഓപ്പൺ ആയിരിക്കുക, ഓപ്പൺ കോൺവെർസേഷൻസ് ഫാമിലിയിൽ ഉണ്ടാവണം. നമ്മളുടെ ഇപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ വന്ന് അയാളുടെ സമ്മർദ്ദത്തിനെ പറ്റി ഫാമിലിയിൽ അവർ തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് അവർക്ക് അവിടെ ഉണ്ടാവണം. അപ്പോൾ അവരുടെ പരസ്പരമുള്ള ആ ഒരു ബന്ധം കൂടെ മെച്ചപ്പെടുത്താനുള്ള രീതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. പിന്നെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമുക്ക് പല മാർഗങ്ങൾ നമ്മൾക്ക് തന്നെ കണ്ടുവെത്താം. നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ എന്തെങ്കിലും ജേർണലിംഗ് പോലെ എന്തെങ്കിലും ആയിരിക്കാം.
എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഴുതുന്നതായിരിക്കാം, കഥകളോ കവിതകളോ ആയിട്ട് നമ്മൾ എഴുതുന്നതായിരിക്കാം, ചിത്രം വരയ്ക്കുന്നതായിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, പാട്ട് കേൾക്കുന്നതായിരിക്കാം, ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം. അങ്ങനെ എന്തും ആവാം. നമ്മൾക്ക് ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ള എന്ത് കാര്യങ്ങളും ആവാം. അതൊക്കെ ചെയ്യുന്നതിൽ കൂടെ നമ്മൾക്ക് ഈ സ്ട്രെസ്സിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ്ലി നമ്മൾക്കിത് സ്വന്തമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സുഹൃത്തിനെ കൊണ്ടോ ഫാമിലി മെമ്പറിനെ കൊണ്ടോ നമ്മൾക്കൊരു സപ്പോർട്ട് തരാൻ പറ്റുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരിക, സംസാരിക്കാം, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കും. അത് ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിന് ഒരു പൊതുവെ സ്റ്റിഗ്മയുള്ള കാര്യം തന്നെയാണ്. എന്താ, ഭ്രാന്തുള്ളവരെ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുള്ളൂ എന്നുള്ള രീതിക്ക് ഒരു പൊതുവെ ഒരു സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതല്ലാതെ നമ്മൾക്ക് മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, സമ്മർദ്ദം എന്ന് പറയുന്ന, അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ, ലൈഫിൽ ഓരോ പോയിന്റ് ഓഫ് ടൈമിലും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, സംസാരിക്കുക, അവർ ഹെൽപ്പ് ചെയ്യും, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും, മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സ്വയം കണ്ടെത്താനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ എന്തെങ്കിലും മരുന്നുകളുടെ ആവശ്യം, ഒരു ഡിസോർഡർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുകയാണ്, മരുന്നുകളുടെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ഡയറക്റ്റ് ചെയ്ത് വിടും. ഒരു സൈക്യാട്രിസ്റ്റിന്റെ സേവനമോ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടാൻ ഫാമിലിക്ക് ഒരു അവയർനെസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സോഷ്യൽ വർക്കറിൻ്റെയോ സേവനമോ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക തന്നെ ചെയ്യാം. ആരും സഹായിക്കില്ല എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ വരില്ല. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പൊ പറഞ്ഞു വെച്ചത് തന്നെ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമുക്കത് എങ്ങനെ മറികടക്കാമെന്നും എങ്ങനെ നല്ല മനുഷ്യരായി നമുക്ക് നമ്മുടെ തൊഴിലിടങ്ങളിൽ തുടരാം എന്നുള്ളതുമാണ്. അതായത് വളരെ സന്തോഷത്തോടെയുള്ള തൊഴിലിടങ്ങളും വളരെ സംതൃപ്തരായ ഒരു ജനത എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്താൻ നമ്മൾ മനുഷ്യർ ഇനി എത്രത്തോളം ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നല്ല കേൾവിക്കാരനാവുകയും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും വീട്ടിലുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി നാം ഇനിയും വളരേണ്ടതുണ്ട്. അപ്പോ പുതിയ വിഷയവുമായി DB ഡിസ്കോഴ്സിൽ വീണ്ടും കാണാം.